ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലോളവും തളവും ഗൈസ്. നമ്മളിന്നൊരു ഊട്ടി യാത്രയ്ക്ക് പോവാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഏർലി മോർണിംഗ് നേരത്തെ നീറ്റും എല്ലാവരും റെഡിയായി ഇതാ ചേട്ടനെയൊക്കെ കൂട്ടി നമ്മൾ ഇറങ്ങി കേട്ടോ ഗൈസ്. അപ്പോൾ അതാ ഏകദേശം നേരൊക്കെ ഇങ്ങനെ വെളുത്ത് തുടങ്ങി. യെസ്, അപ്പോൾ നമ്മളിതാ ഫൈനലി നമ്മുടെ ട്രിപ്പിനുള്ള എല്ലാവർക്കും റെഡി, എല്ലാവരും റെഡി സ്റ്റഡിക്കൂ എന്ന മട്ടിൽ നമ്മളിതാ റെഡി ആയിക്കൊണ്ടിരിക്കണം ഗൈസ്. ഹായ് പറഞ്ഞ് കുക്കൂസ് അത് അച്ഛൻ്റെ മേത്തോടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് വികൃതി. രാവിലെ നേരത്തെ എണീറ്റ് വേഗം റെഡി ആയിട്ടോ. ഞാൻ ശരിക്കും പേടിച്ചു, എത്ര നേരത്തേക്ക് എണീക്കോ കാറിലൊക്കെ എങ്ങനെ ഇരിക്കാന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല, ആൾ സെറ്റാണ്. അങ്ങനെ ഗൈസ് ഇതാ നമ്മുടെ അതിർത്തിയായ നമ്മൾ വാളയാർ എത്തി ഗൈസ്. അതിനിതാ നമ്മൾ ട്രോളൊക്കെ കടന്നു പോവാണ്. യെസ്, അപ്പോൾ ഗൈസ് നമ്മളതാ ട്രോളൊക്കെ കഴിഞ്ഞ് പോകുന്നു ഗൈസ്. ഓക്കെ, എന്താ കണ്ടില്ലേ നമ്മുടെ ഈ മലയൊക്കെ കാണുന്നുണ്ടല്ലേ, നല്ല മഞ്ഞൊക്കെ കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് ആ സമയത്ത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവർക്കും വിശന്ന് തുടങ്ങി. രാവിലെ നമ്മൾ നീറ്റതല്ലേ ഒന്നും കഴിക്കാതെ നമുക്ക് വിശന്ന് തുടങ്ങിയതുകൊണ്ടോ ഹോട്ടലൊക്കെ ഇങ്ങനെ ഇനി അടുത്ത ഹോട്ടൽ കണ്ട് ചപ്പം നിർത്തുന്നുള്ള മട്ടിൽ ഞങ്ങളത് പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. പിന്നെ നമ്മുടെ ചന്ദ്രനഗർ ആ ഭാഗമല്ല, വളരൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഭാഗമൊക്കെ അതിമനോഹരം കേട്ടോ റോഡൊക്കെ. നമ്മളതാ ഫൈനലി ഒരു ഹോട്ടൽ കണ്ടു, ഹോട്ടൽ ആര്യാസ്. അങ്ങനെ നമ്മൾ ആര്യാസിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ വണ്ടിയൊക്കെ നിർത്തിയിട്ട് വരുന്നുണ്ട് ഗൈസ്. ഓരോരുത്തർക്ക് ഓരോന്ന് ഓർഡർ ചെയ്തു, ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. യെസ്, ഫസ്റ്റ് മസാല ദോശ എത്തി ഗൈസ്. രാവിലെ പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമില്ല നല്ലത്. ഓക്കെ, അപ്പോൾ ബൂരി എത്തി, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതാ കിയാരൊക്കെ കണ്ടില്ലേ, ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് അയ്യോ വിശക്കുന്നതെന്നും പറഞ്ഞിട്ട് നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് ഫുഡൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഗൈസ്. നമ്മളിങ്ങനെയുള്ള കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മളത് ഉച്ചയായി ഗൈസ്, വീണ്ടും ഫുഡ് ഇടി. നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് ഫൈനലി കണ്ടില്ലേ ഫ്രൈഡ് റൈസും പിന്നെ കുക്കൂസ്, അത് ഐസ്ക്രീം. അവൻ നേരെ ഫുഡ് കഴിച്ചില്ല കേട്ടോ ഗൈസ്. പിന്നെ ഐസ്ക്രീം ഒക്കെ കഴിച്ചാൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു, കുറച്ച് മാത്രമേ ഫുഡ് കഴിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ അടുത്ത നിത്യച്ചിയുടെ വീട്ടിലേക്കാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ചേച്ചിയുടെ വീട് മേട്ടുപാളയം. അപ്പോൾ നമ്മൾ അവിടെയും കൂടെ കയറിയിട്ട് ഇന്ന് നേരമൊക്കെ കൊത്തിരിക്ക് പോകാമെന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ പോവുകയാണ്. അവിടെ കണ്ടു വീട്. അപ്പോൾ അവിടെ പോയി നമ്മൾ അവിടെ നിന്ന് വഴി തെറ്റി അങ്ങനെ കുറേ സമയം അങ്ങനെ ഇതായി. നമ്മളങ്ങനെ ഫൈനലി കണ്ടുപിടിച്ചു, കയറി ഗൈസ്. നമ്മളിതാ നമ്മുടെ കൊതേരിക്ക് എൻട്രാവാൻ പോണു ഗൈസ്. യെസ്, ഇവിടെ നിന്നാണ് എനിക്ക് ചോരനോളം മല കയറാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ കണ്ടില്ലേ, ഒരു നാട്ടിൻ്റെ ഉള്ളിൽ ഫുൾ മലകൾ, ഫുൾ വൈബ്. അവിടെ ആന ഇറങ്ങുന്നു എന്തൊക്കെയാ പറഞ്ഞിട്ട് കുറേ പോസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പോകുന്ന വഴിക്ക് കുരങ്ങനും സംഭവങ്ങളൊക്കെ ഇവിടെ അത് പറയണ കേട്ടിട്ടുണ്ട്. കാട്ടുപോത്ത്, കരടി, പുലി അടക്കം കൂടെ ഇറങ്ങിയെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതൊക്കെ നമ്മൾ ചുരം കയറിയും കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ടല്ലേ ആ കയറുമ്പോൾ തന്നെ. നമുക്ക് ആ മലയും ഒരു ചായത്തോട്ടങ്ങളുടെ ആ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര നീറ്റാണ് അവിടേക്ക് കയറുമ്പോൾ തന്നെ കേട്ടോ. നമ്മളത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വണ്ടി നമുക്ക് ചെറുതായിട്ടൊരു പണി തന്നത് ഗൈസ്. അങ്ങനെ നമ്മുടെ ഹീറ്റ് കൂടിയിട്ട് ഫുഡ് കഴിക്കാനും അവിടെയൊക്കെ നിർത്തിയിട്ട് വണ്ടി ഫുൾ ഹീറ്റായിട്ട് എന്ത് ചെയ്യണ്ടില്ലേ, നമ്മളവിടെ അങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ ഞങ്ങൾ ഉള്ള വെള്ളമൊക്കെ ഞങ്ങൾ ഒഴിച്ച് സെറ്റ് ചെയ്ത് കുറച്ച് ദൂരം പോകുന്നു. പിന്നെ എന്ത് ചെയ്യാന്നൊക്കെ അറിയാതെ നമ്മൾ ഇരിക്കുമ്പോഴാണ് ഗൈസ് നമ്മൾക്ക് ദൈവത്തെ പോലെ ഒരു ചേട്ടൻ വന്നിട്ട് അവിടെ വണ്ടി നിർത്തി എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് അവരുടെ കയ്യിലുള്ള വെള്ളം കൂടെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെറ്റാക്കി തന്നു കേട്ടോ ഗൈസ്. നമ്മളെ വെള്ളം കൂടെ ഫുൾ നമ്മൾ മൊത്തത്തിൽ ഒഴിച്ച് ഇതാക്കിയായിരുന്നു. കാരണം ചൂട് കാരണം അതിങ്ങനെ തിളയ്ക്കായിരുന്നു. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് 2-3 പേര് കാർ നിർത്തിയിട്ട് മലയാളീസ് കാർ നിർത്തി ചോദിച്ചു. അവരുടെ കയ്യിലുള്ള വെള്ളം നമുക്കത് സഹായിച്ചു. അവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. വേണ്ടില്ല ഫൈനലി നമ്മൾ കുട്ടികളുടെ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമുക്കത് ഇവിടെ എത്തണമല്ലോ അവസാനം. ഇനി ഓവർ ചൂട് കാരണമാണ്. അപ്പോൾ എല്ലാവരും കാറൊക്കെ എടുത്ത് പോകുന്നവർ ഈ വീഡിയോസ് കാണുന്നവർക്ക് ഒരു ഉപകാരമായിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ നമ്മൾ സേഫ് ചെയ്ത് വെക്കുക വണ്ടിയിലൊക്കെ. ഇവിടേക്ക് പിന്നെ ബോട്ടിൽസ് ഒന്നും കയറ്റാൻ പറ്റാത്തത് കാരണമാണ് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. ബോട്ടിൽസൊക്കെ നമ്മൾ അവിടെ ചേച്ചിയുടെ വീട്ടിൽ തന്നെ വെച്ചിട്ട് പോകുന്നു. അതുകൊണ്ട് വെള്ളത്തിൽ നമ്മൾ ബുദ്ധിമുട്ടി. അപ്പോൾ 2 ചേട്ടന്മാർ വന്നിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് ഒരുപാട് താങ്ക്സ്.
ഓക്കെ ഇത് കണ്ടില്ലേ ചൂടൊക്കെ അതിങ്ങനെ തിളയ്ക്കണം കണ്ടില്ലേ ഗൈസ്. അപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് പോകുന്നവർ ശ്രദ്ധിക്കുക, സേഫായിരിക്കുക. കണ്ടില്ലേ ഇത് തീയൊക്കെ വരുന്ന പോലെ അങ്ങനെ ചൂടായിരിക്കുന്നു. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കേൾക്കാത്തൊരു സൗണ്ട്, ഒരു വലിയുന്ന പോലെ എന്തൊക്കെയോ ഒരു സൗണ്ട് കേട്ടിട്ട് നമ്മൾ നിർത്തി നോക്കിയതാണ്. അപ്പോഴാണ് അത് ഇവിടുത്തെ ഇങ്ങനെ ചൂടായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കാറുമായി അറിയുന്നവരൊക്കെ ചോദിച്ച് അങ്ങനെ അപ്പോൾ നമ്മൾ ഫൈനലി അത് കണ്ടുപിടിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് അങ്ങനെ കൊക്ക് കണ്ടില്ലേ കൊക്ക് ഭയങ്കര വൈബായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ എത്താന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതാ ഫൈനലി വ്യൂ പോയിന്റ് ഗൈസ്. സ്ഥലത്ത് നോക്കുമ്പോൾ ശരിക്കും പേടിയാവട്ടോ, നല്ല ഭംഗിയാണ്. അതുപോലത്തെ നമുക്ക് പേടിയാവും, ഭയങ്കര രസമാണ്, അതിമനോഹരം, പറയാതിരിക്കാൻ വയ്യ. പിന്നെ അങ്ങനെ ഗൈസ് നമ്മൾ ചുരം അങ്ങനെ കയറി അവസാനം നമുക്കൊരു ചായ കുടിക്കാൻ തോന്നി. വൈകുന്നേരം ആയിട്ടോ, അത്ര നേരത്തെ ഇറങ്ങിയത് നേരത്തെ എത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ വണ്ടി പണി നമ്മൾ വൈകിപ്പോയി. അങ്ങനെ നമ്മളൊരു ചായ കുടിച്ചു സ്നാക്സ് ഒക്കെ കഴിച്ച് നമ്മളങ്ങനെ ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചേട്ടൻ വെള്ളം തരാൻ ചോദിച്ചപ്പോൾ അവർ വലിയൊരു കുപ്പിയിൽ വെള്ളമാക്കി തന്നു. നല്ല തണുത്ത വെള്ളമായിരുന്നു. നമ്മളതും കൊണ്ട് ചോദിച്ചു. പിന്നെ നമ്മുടെ കുരങ്ങന്മാരൊക്കെ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഗൈസ്. ചിക്കൻ ഫുള്ളാണ് ഗൈസ്. നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും കയറാൻ പറ്റും. അവിടെ കുരങ്ങന്മാരുണ്ട്. ആ കുരങ്ങന്മാരെ നോക്കി വരുന്നത് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. കണ്ടില്ലേ വിഗതി. നമ്മളത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. എന്നത്തെയും പോലെ നമ്മുടെ വീഡിയോസിനെ കട്ട സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ സിഗ്സാഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നല്ല രസമാണ് പോകാനൊക്കെ. കാണുന്നവർക്ക് ഭയങ്കര രസമാണ്. പക്ഷേ ഡ്രൈവ് ചെയ്യുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ. പിന്നെ ഫൈനലി നമ്മൾ ഏകദേശം ഇവിടേക്ക് എത്താറായിട്ടോ. സ്കൂളോ ഹോസ്പിറ്റൽസോ എന്തെങ്കിലും എന്തോ ആണ്. നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര എല്ലായിടത്തും കുറേ അമ്പലങ്ങളും അടുപ്പിച്ചടുപ്പിച്ചുള്ള വീടുകളും പിന്നെ കുറേ ടൂറിസ്റ്റ് വെക്കേഷൻ ടൈം ആവുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മളവിടെ ചെക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ. അങ്ങനത്തെ കേസ് വേണ്ടി നമ്മൾ അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടുള്ള വൈബൊക്കെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിചയൻ്റെ ഡ്രൈവിങ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതായത് എല്ലാവർക്കും വ്യൂ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കോത്തയിലേക്ക് കാണാത്തവർ വന്ന് കാണും. അടിപൊളി പ്ലേസാണ് കേട്ടോ. ഊട്ടിക്ക് പോകുന്ന വഴിക്കുള്ള സംഭവമാണ്. കുറേ റിസോർട്ടും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിമനോഹരമായ പ്ലേസ്, പാകത്തിനുള്ള തണുപ്പ് എല്ലാം അടിപൊളി സെറ്റാണ്. അപ്പോൾ അത് കണ്ടില്ലേ നമ്മൾ കയറാൻ കേട്ടോ. കാണാനായിട്ടില്ലേ നല്ല ഭംഗി, നല്ല നീറ്റായിട്ടുണ്ട് എല്ലായിടത്തും. നമുക്ക് പ്ലാസ്റ്റിക്കോ സംഭവങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഇത്ര നീറ്റാണ്. ഫൈനലി നമ്മളത് അവിടെ സെൻറ്റർ എത്താറായി ഗൈസ്. യെസ്, അങ്ങനെ നമ്മളിവിടെ എത്താറായിട്ടുണ്ട്. തമിഴ്നാട് ബസ്സുകളൊക്കെ പോകുന്നു. ബസ്സിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ട്. വെക്കേഷൻ ടൈമും കൂടി ആവുകൊണ്ട് ഭയങ്കര തിരക്കാണ്. എന്താ വീണ്ടും ഒരു അമ്പലമൊക്കെ കാണുന്നുണ്ട് ഇവിടെ. ഭയങ്കര രസമായിട്ട് അത്യാവശ്യത്തെ ആ ചൂടത്ത് നിന്നുകൊണ്ട് പാകത്തിനുള്ള തണുപ്പാണ് കേട്ടോ. ഭയങ്കര രസമാണ് ആ ഒരു തണുപ്പ് കാണാനായിട്ട്. പിന്നെ ഇങ്ങനെതാ നമ്മൾ ഫൈനലി ഇവിടെ എത്തി. നമ്മൾ കാർ ഇറക്കുമ്പോഴത്തേക്കും വന്നു ഓപ്പോസിറ്റ് 2 വണ്ടികൾ വന്നു. നമുക്കും കിടക്കാൻ പറ്റില്ല, അവർക്കും പോകാൻ പറ്റില്ല. ഫൈനലി നമ്മൾ അവിടെ നിന്ന് വീണ്ടും ബാക്കടിച്ചു. അങ്ങനെ അവർ പോകുന്നു. വീണ്ടും നമ്മളിതാ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നൊരു ചെറിയ ഇറക്കാണ്. അങ്ങനെ ഫൈനലി നമ്മൾ കൊത്തഗിരി എത്തി കേസ്, മുരുകൻ കോളനി എത്തി. അങ്ങനെ ഇതാക്കും. അപ്പോൾ ഇപ്പോഴാണ് അച്ഛനൊന്നും ഉറങ്ങിയാണ് കേട്ടോ. രാവിലെ നേരത്തെ എണീറ്റിട്ട് അങ്ങനെ നമ്മളിവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ വേഗം എണീക്കുകയും ചെയ്തിട്ട് കേസ്. എൻ്റെ ടൈം 2000 പ്രചേട്ടൊക്കെ ഇറങ്ങി വണ്ടിയൊക്കെ ഓഫാക്കി ബാഗ് എല്ലാ സംഭവങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട്. ഇങ്ങനെയാണ് നമ്മുടെ വീടുകൾ ഉണ്ടാവട്ടെ. ഇവിടെ ഇങ്ങനെ അമ്പലം കണ്ടിലിങ്ങനെ അടുപ്പിച്ച് കുഞ്ഞു വീടുകൾ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ. അളവന്തളം ഗൈസ്. ബൈ.